നിങ്ങളൊരു ബിൽഡർ, ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയർ, ഇന്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ക്യാഡ്രാസ്മാനോ കോൺട്രാക്ടറോ ആയിക്കോട്ടെ, ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണൽ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ എത്ര സമയമാണ് എടുക്കാറുള്ളത്? ക്ലയന്റ് റിക്വയർമെന്റ് എടുക്കണം, ഫ്ലോർ പ്ലാൻ തയ്യാറാക്കണം, ചേഞ്ചസ് വരും, റിവിഷൻസ് വരും, 3D വേണം, ഇലക്ട്രിക്കൽ വേണം, പ്ലംബിംഗ് വേണം, എസ്റ്റിമേഷൻ വേണം, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ വേണം, അങ്ങനെ പലതും വേണം അല്ലെ? ഇതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരികയും അത് ഒരേ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്പീറ്റേഷൻ വർക്കുകൾ കുറച്ച് കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊജക്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊരു സാധാരണ AI ടൂളിന്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ബിൽഡിംഗ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് AI പവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിൽഡിംഗ് ഇൻഡസ്ട്രി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഡ്രോയിങ് ബോർഡിൽ നിന്ന് ഇപ്പോൾ ഓട്ടോകാർഡിലേക്ക് വന്നു, ഓട്ടോകാർഡിൽ നിന്ന് 3D വിഷ്വലൈസേഷൻ വന്നു, ഇപ്പോൾ അവിടെ നിന്ന് AI-ലേക്ക് എത്തി. ഈ AI വരുമോ എന്നുള്ളതല്ല ചോദ്യം, ഇതിനകം തന്നെ AI വന്നു കഴിഞ്ഞു. അത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോയിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ കാര്യം. കാരണം നമ്മളത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ 1/3 സമയം കൊണ്ട് നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വർക്കുകൾ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോക്കകത്ത് 12 AI ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരാൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ക്ലയന്റ് വീട് പണിയായിട്ട് നിങ്ങളെ സമീപിക്കുന്ന നിമിഷം മുതൽ പ്രൊജക്ടിന്റെ പ്ലാനിങ്, വിഷ്വലൈസേഷൻ, ഡ്രോയിങ്, എസ്റ്റിമേഷൻ, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ, അങ്ങനെ AI ഉപയോഗിച്ച് ചെയ്യാവുന്ന കൃത്യമായിട്ടുള്ള വർക്ക് ഫ്ലോ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമയം ലാഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. രണ്ടാമതായിട്ട്, നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ക്ലയന്റ് റിവിഷനുകളുടെ എണ്ണം കുറയോ എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത്. മൂന്നാമത്, ക്ലയന്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും. നമ്മൾ ഇതേപോലെയാണ് കൊടുക്കുന്നതെങ്കിൽ ക്ലയന്റ് നമ്മളെ ഏത് രീതിയിലായിരിക്കും കാണുക എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് ഒരു 2D ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്ന സർവീസിൽ നിന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷന്റെ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് വാല്യുബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ ഒപ്പം നിന്ന് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. നമുക്കൊരു റിയൽ പ്രൊജക്റ്റിൽ നിന്ന് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ ക്ലയന്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ 1/4 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് 1-to-1 ആയിട്ടിരുന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ചിലപ്പോൾ മിസ്സായി പോകാനുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മളൊരു AI ടൂളിലൂടെ അവരുടെ ഒരാളുടെ, ഒന്നാമത്തെ ആൾ വന്നാലും 10ാമത്തെ ആൾ വന്നാലും അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫ്ലോയിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റും. അവിടെ നമ്മൾ ചോദിക്കുന്നത് പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ്, ബഡ്ജറ്റ്, ഫാമിലി ഡീറ്റെയിൽസ്, റൂമിന്റെ റിക്വയർമെന്റ്, അവരുടെ സാമ്പത്തികം അനുസരിച്ച് അവർ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ, അവർക്ക് ഇഷ്ടപ്പെട്ട എക്സ്റ്റീരിയർ സ്റ്റൈല്, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള റെഫറൻസ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് അവർക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരമായിട്ട് ആ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം അതിനനുസരിച്ച് നമുക്ക് തന്നെ വരയ്ക്കണമെങ്കിൽ നമുക്ക് തന്നെ വരയ്ക്കാം. അതല്ലെങ്കിൽ തന്നെ ഈ AI ടൂളിന്റെ അകത്ത് തന്നെ കൃത്യമായിട്ട് ഓരോ റൂം ബേസ് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജസ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇമേജസിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ ആദ്യത്തെ ടൂൾ വരുന്നത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മണിക്കൂറുകൾ ഇരുന്ന് നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കുന്നതിന് പകരമായിട്ട് ക്ലയന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. രണ്ടാമത്തെ നമ്മുടെ ടൂളാണ് സ്പേസ് മാക്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മിക്ക ആളുകളും ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ആ ഫ്ലോർ പ്ലാൻ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഫർണിച്ചറിന്റെ CAD എന്നുള്ള ലൈബ്രറിയിലുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇന്റീരിയറിലൊക്കെ ചെയ്യത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ ഫർണിച്ചർ ഇടണേ. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊരു 10x10 എന്ന് പറഞ്ഞ റൂമിന്റെ സൈസാണ് നമ്മൾ ഇടുന്നത് വിചാരിച്ചു. അപ്പൊ നമ്മൾ അത് പണിയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഒരു ഫർണിച്ചറും കാര്യങ്ങളും ഇടുന്നു. അങ്ങനെ അവർ ഫർണിച്ചർ ഇടുമ്പോഴത്തേക്കും ആ ഇടുന്ന ഒരു 5 ഫർണിച്ചറുകൾ നമ്മൾ AI-ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ AI പറയും 10x10 റൂമിന്റെ സൈസ് വേണ്ട, 10x9 അകത്ത് ഈ 5 ഫർണിച്ചറുകളും കൃത്യമായിട്ട് കിടക്കുന്ന രീതിയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് നമുക്ക് AI പറഞ്ഞു തരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഏതൊക്കെ ഫർണിച്ചറുകളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ 10x10 എന്ന് പറഞ്ഞ 100 സ്ക്വയർ ഫീറ്റ് വരികയും അവരുടെ ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 10x9 എന്നുള്ള 90 സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് മാറ്റം ചെയ്യാം. ഒരു ഫർണിച്ചർ പോലും കട്ട് ചെയ്യാതെ അവരുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള സ്പേസുകളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും 10 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഒരു മുറിയിൽ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ ക്ലയന്റ് സാധിക്കുമെങ്കിൽ ഒരു വലിയ വീട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ക്ലയന്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ക്ലയന്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റ് നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുക? ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് അനാവശ്യമായിട്ട് സ്പേസുകളൊക്കെ ഒഴിവാക്കി കൃത്യമായ ബഡ്ജറ്റിനുള്ളിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന നിങ്ങളെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലയന്റ് നിങ്ങളുടെ അടുക്ക വരത്തില്ലേ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ക്ലയന്റിന്റെ സാമ്പത്തികം അനുസരിച്ച് അവർ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ അവർ ഫ്യൂച്ചർ
ഫ്യൂച്ചറിൽ അവർ 6 ഫർണിച്ചർ മേടിക്കണമെങ്കിൽ അതും കൂടെ അവർ സെലക്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അവർ ആകെ 6 ഫർണിച്ചർ അവർ അവരുടെ ആ ജീവിതകാലത്തെ അവർ ആ മുറിക്കകത്ത് ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നമ്മൾ എന്തിനാണ് 8 ഫർണിച്ചർ എടുക്കാൻ പറ്റുന്ന റൂമിന്റെ അളവ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അവരുടെ സാമ്പത്തികം അനുസരിച്ച് ഫർണിച്ചറുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ടൂളുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ക്ലയന്റിനോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഫർണിച്ചറുകളാണെന്ന് എടുക്കാം. ആ ഫർണിച്ചറിന്റെ സൈസ് എടുക്കാൻ വേണ്ടി ആമസോണിന്റെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് സൈസ് ചേഞ്ച് ചെയ്യാം, അതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം, പ്രൈസ് ആഡ് ചെയ്യാം, അതുപോലെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ എത്രയാണ് ഏതൊക്കെയാണ് വേണ്ടത് അറിയാം. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് 7 ലക്ഷം രൂപയാണ് ടോട്ടൽ ഫർണിച്ചർ മേടിക്കാനാണെങ്കിൽ അത് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം. ഓരോരോ റൂമുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മറി ആയിട്ട് ആ ഓരോ റൂമിന്റെ 2D ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ 2Dക്കകത്ത് നമ്മൾ കൊടുത്ത ആ ഫർണിച്ചറുകളെല്ലാം വരുന്ന രീതിയിൽ ഒപ്റ്റിമമായിട്ട് നമുക്ക് വേണ്ട മിനിമം സൈസ് എത്രയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സൈസ് എത്രയാണ് വേണ്ടതെന്ന് ഉൾപ്പെടെ പറയും. അത് നമുക്ക് ഇമേജ് ആയിട്ട് 2D ആയിട്ട് നമുക്ക് ക്രമീകരിക്കാനും പറ്റും. ആ 2D നമുക്ക് 3D ആക്കി മാറ്റാനും സാധിക്കും. അപ്പൊ ക്ലയന്റിന് മുമ്പിൽ വെച്ച് തന്നെ അവർ കൊടുത്ത ഫർണിച്ചറുകൾക്കനുസരിച്ച് ഇതാണ് റൂമിന്റെ ഒരു ലേഔട്ട് വരുന്നത്, ഇതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D വരിക എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലയന്റിനോട് പറയാൻ പറ്റും. അപ്പൊ അവരുടെ സാമ്പത്തികം അനുസരിച്ച് അവർ മേടിക്കുന്ന ഫർണിച്ചറുകൾക്കനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ അനാവശ്യമായിട്ട് ഒരു സ്പേസ് പോലും നമുക്ക് കളയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതുവരെ നമ്മൾ ഓട്ടോകാഡ് നമ്മൾ ഡ്രോയിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ക്യാൻവ പോലെ ടൂളിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഹാൻഡ് സ്കെച്ച് ആയിട്ട് വരയ്ക്കാം. അങ്ങനെ ഹാൻഡ് സ്കെച്ച് ആയിട്ട് വരച്ചിട്ട് അതിനെ നമുക്ക് 3Dയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതിന്റെ ബെഡ്റൂമിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ അടുക്കളയുടെ പൊസിഷൻ, അല്ലെങ്കിൽ ലിവിംഗിന്റെ പൊസിഷൻ, അതുപോലുള്ള പൊസിഷൻസ് അവരെ കൊണ്ട് കൃത്യമാക്കി മനസ്സിലാക്കുക. അപ്പൊ ഡിസൈൻ കൺസെപ്റ്റ് ഫൈനലൈസേഷൻ ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ പ്ലാൻ കാർഡിലോ കാര്യങ്ങളോ വരയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 ദിവസം ഇരുന്ന് നമ്മൾ കൃത്യമായിട്ടിരുന്ന് പല ഡിസൈനുകളും കാര്യങ്ങളും വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലയന്റിനോട് കൊടുക്കുമ്പോൾ ക്ലയന്റ് പറയണേ എനിക്ക് അടുക്കള ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ബെഡ്റൂം ഇവിടെ വരുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളിരുന്ന് മണിക്കൂർ കണക്കിന് നമ്മൾ വരച്ചത് ക്ലയന്റിന് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര സമയം അനാവശ്യമായിട്ട് പോകണേ. അതേസമയം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഹാൻഡ് സ്കെച്ച് ആയിട്ടോ അല്ലെങ്കിൽ ലൈൻ സ്കെച്ച് ആയിട്ടോ വരച്ചിട്ട് 3D വിഷ്വലൈസേഷനോട് കൊടുക്കുമ്പോഴത്തേക്കും ക്ലയന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് ക്ലയന്റ് പറയുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഡിസൈൻ നമ്മൾ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ഉപയോഗിക്കാനുള്ള ടൂളാണ് ക്വിക്ക് 3D എന്ന് പറഞ്ഞ ടൂൾ. ക്യാൻവയിൽ നിന്നും ക്വിക്ക് 3D ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് 2Dയെ 3D ആക്കി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇമേജിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ AI ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫൈനൽ റെൻഡറിങ്ങിനുള്ള ടൂളുകളോ കാര്യങ്ങളൊന്നും അല്ല. ഇതേപോലെ നിങ്ങളുടെ സമയങ്ങൾ ലാഭിക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള ടൂളായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ഒരിക്കലും ഇതൊരു ഫൈനൽ 3D ആയിട്ട് വിചാരിക്കരുത്. ഇത് 2Dയെ നമ്മൾ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ റിയലിസ്റ്റിക് 3D ആയിട്ട് കൊടുക്കുമ്പോഴും ക്ലയന്റ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ഡിസൈൻ അപ്രൂവൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് കാഡിലും ഡ്രോയിങ്ങും വരയ്ക്കാവുള്ളൂ. അപ്പൊ കാഡിൽ ഡ്രോയിങ് വരയ്ക്കാൻ നേരത്ത് നമുക്കറിയാം നമ്മൾ നേരത്തെ റൂമിന്റെ അളവെടുത്തുകൊണ്ട് ഈ ഒരു റൂമിന് വേണ്ട അപ്രോക്സിമേറ്റ് സൈസ് ഇതാണെന്ന് അറിയാം, അതിന്റെ ഡിസൈൻ ഇതാണെന്നുള്ളത് ക്ലയന്റിനോട് പറഞ്ഞ് ക്ലയന്റ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് വേണ്ട റൂമിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ പ്ലാനും കൃത്യമാക്കി വരച്ചിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അപ്രൂവലിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇതിനകത്ത് കാഡിന്റെ ഡ്രോയിങ് മാത്രമല്ല കൊടുക്കണേ, നമുക്ക് ഇതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D മോഡലിംഗ് കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതേപോലെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിന്റെ ഡ്രോയിങ് മാത്രമല്ല കൊടുക്കണേ, നമുക്ക് ഇതേപോലെ എലിവേഷൻ ഉണ്ടെങ്കിൽ എലിവേഷൻ കൊടുക്കാം. അതുകൂടാതെ റൂം ബേസ് ആയിട്ട് ലിവിംഗ് റൂം, ഡൈനിങ്, ബെഡ്റൂം അതുപോലുള്ള എല്ലാത്തിനും നമ്മൾ ഓട്ടോകാഡ് വരയ്ക്കുന്ന ആ റൂമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് അതിന് നമുക്ക് ഇതേപോലെ നമ്മുടെ റൂം 3D എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ കൊടുത്തേക്കുന്ന 2Dയെ 3D ആക്കി നമ്മൾ കൊടുത്തേക്കുന്ന ഇമേജസിന്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെന്ന് വിചാരിക്കുക. ഫർണിച്ചർ മാറിപ്പോവോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാള് മാറിപ്പോവോ അതുപോലൊക്കെ കേസുകളുണ്ടെങ്കിൽ നമുക്ക് AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ടൂളിന്റെ അകത്ത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, ഫർണിച്ചർ ആഡ് ചെയ്യാം, ഫർണിച്ചർ റിമൂവ് ചെയ്യാം. അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ടൂള്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, സാധാരണ ഒരു 2D ഫ്ലോർ പ്ലാൻ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഫ്ലോർ പ്ലാൻ, റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D എലിവേഷൻ കൊടുക്കുന്നു, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോ റൂം ബേസ് ആയിട്ടുള്ള കൊടുക്കുന്നു. അതുകൂടാതെ അവരുടെ സാമ്പത്തികം അനുസരിച്ച് അവർ മേടിക്കുന്ന ഫർണിച്ചറുകൾക്കനുസരിച്ച് റൂമിന്റെ സൈസുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മിസ്സാകാതെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലയന്റ് നമ്മളോട് എങ്ങനെയായിരിക്കും മതിപ്പുണ്ടാവുക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ഇവിടെയും നമ്മൾ തീരുന്നില്ല, നമ്മൾ വരച്ച ഫ്ലോർ പ്ലാന്റെ അകത്ത് നമ്മൾ അറിയാതെ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒത്തിരി സ്പേസ് വേക്കന്റ് ആയിട്ട് പോയിട്ടുണ്ടോ, ഇപ്പോൾ വാക്കിംഗ് സ്പേസ് ഒത്തിരി ആയിട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസൈൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്ലോർ പ്ലാന്റെ അനലൈസർ എന്ന് പറയുന്ന ടൂൾ. ആ അനലൈസർ ടൂൾ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ സൈറ്റ് വിസിറ്റും അതുപോലെ സോയിൽ ടെസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളും. അതിൻ്റെ അകത്ത് പറയുന്നില്ല, അത് മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് അവിടെ ചെയ്തോളുക. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോർ പ്ലാൻ
പാൻ 2D ക്രമീകരിച്ചു, AI ഉപയോഗിച്ചുള്ള 3D കാര്യങ്ങളും ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫൈനൽ 3D റെൻഡറിംഗിലേക്ക് പോകരുത്. നമ്മുടെ ഫ്ലോർ പ്ലാൻ നമ്മൾ തന്നെ AI കൊണ്ട് കൊടുത്തിട്ടൊന്ന് അനലൈസേഷൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, മേജർ ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ സ്പേസ് വേക്കൻ്റ് ആയിട്ടുണ്ടോ, എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂല്, ബിൽഡറുടെ പോയിന്റ് ഓഫ് വ്യൂല്, വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഒന്ന് കാണിച്ചിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ അനലൈസർ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ അനലൈസർ ടൂളും കൂടെ കൃത്യമാക്കിയിട്ട് ഓക്കെ ആയിട്ടുള്ള പ്ലാനുകൾ മാത്രമാണ് അവസാനം ഫൈനൽ 3D റെൻഡറിംഗിലും കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് 3D റെൻഡറിംഗിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക്കൽ ഡ്രോയിങ്, പ്ലംബിംഗ് ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും റെഫറൻസ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ അതേ ഇമേജിനനുസരിച്ച് നമ്മുടെ ഈ പ്ലാൻ അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് AI ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് നമുക്ക് CAD-ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്ലയന്റ് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഫൈനലായിട്ടുള്ള ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും വേണം ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മുടെ 2D ഫ്ലോർ പ്ലാൻ ഉണ്ട്, അതിന് റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സ്ട്രക്ചർ, അതുപോലെ ഡ്രോയിങ് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് എസ്റ്റിമേഷൻ എടുക്കാം. സാധാരണ നമ്മൾ മാനുവലായിട്ട് എല്ലാ മുറികളും ഇരുന്ന് കണക്ക് കൂട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എസ്റ്റിമേഷൻ എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ AI ടൂളിലേക്ക് നമ്മൾ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വേരിയബിൾ, നമ്മുടെ ഭിത്തിക്കലവും കാര്യങ്ങളും, നമ്മുടെ കൊടുക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വരും. ആ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് വരാൻ നേരത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഫ്ലോർ പ്ലാനിലെ റൂമിന്റെ സൈസും ഇതിലെ ഫ്ലോർ പ്ലാനിലെ റൂം സൈസ് പിക്ക് ചെയ്തേക്കുന്നത് സെയിം ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് എക്സലിൽ നമുക്ക് എഡിറ്റിംഗ് കൂടെ ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്കാണ് വരുന്നത്. അപ്പം നിങ്ങൾ സാധാരണ എക്സൽ എടുക്കുന്ന മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എക്സൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഫൈനലാക്കാൻ പറ്റും. അപ്പോൾ സാധാരണ എത്ര സമയമാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ വേണ്ടി പോകുന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. അതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനാണ്. അപ്പൊ ഡേ 1 എന്താണ് ചെയ്യേണ്ടത്, ഡേ 2 എന്താണ് ചെയ്യേണ്ടത്, ഡേ 100 എന്താണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി ചെയ്യുന്നതുകൊണ്ട് മെറ്റീരിയൽ, ലേബർ, അതുപോലെ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് അനാവശ്യ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ എല്ലാ ടൂളുകളും നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് ഫ്ലോ എന്ന് കണ്ടുവെക്കാം. ആദ്യം നമ്മൾ ക്ലയന്റ് റിക്വയർമെന്റ് എടുക്കുന്നു, അത് കഴിയുമ്പോൾ ക്ലയന്റ് ബഡ്ജറ്റ്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. അതനുസരിച്ച് ഫർണിച്ചറുകൾ അവർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റൂമിന്റെ അളവിലെടുക്കുന്നു. അതനുസരിച്ചായിരിക്കും നമ്മൾ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുക. ആ ഹാൻഡ് സ്കെച്ചിനെ 3D കൺസെപ്റ്റിലേക്ക് കൊടുത്തിട്ട് അവരുടെ ഡിസൈൻ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് CAD-ലേക്ക് വരച്ചിട്ട് നമ്മൾ 3D ഫ്ലോർ പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ 3D വിഷ്വലൈസേഷനിലൂടെ 3D ഫ്ലോർ പ്ലാനും 3D എലിവേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഫർണിച്ചർ ചേഞ്ചോ മെറ്റീരിയൽ ചേഞ്ചോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ചേഞ്ചസ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് 2D നമ്മൾ ഫൈനലൈസേഷൻ ചെയ്യുന്നത്. ആ 2D ഫൈനലൈസേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് ഫ്ലോർ പ്ലാൻ അനലൈസറിൽ പോയിട്ട് അനലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഡിറ്റിന്റെ അകത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ, സ്ട്രക്ചർ, പ്ലംബിംഗ് അതുപോലുള്ള ഡ്രോയിങ് ആണ് പിന്നെ എടുക്കുന്നത്. അതിനുശേഷം ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ആണ് എടുക്കുന്നത്. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിലേക്ക് നമ്മൾ പോയിട്ട് ഡേ ബൈ ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കും. അപ്പൊ ഈ രീതിയിൽ ഒരു ക്ലയന്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ ടൂളുകൾ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഒരു ക്ലയന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ ജസ്റ്റ് CAD ഡ്രോയിങ്ങിലുള്ള 2D ഫ്ലോർ പ്ലാൻ കാണിച്ചിട്ട് ഡിസൈൻ അപ്രൂവ് ചെയ്യുന്നു. നിങ്ങൾ ഇതേപോലെ 3D വിഷ്വലൈസേഷൻ ചെയ്യുന്നു, ഓരോ റൂം ബേസ് ആയിട്ട് ചെയ്യുന്നു, സ്പേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എസ്റ്റിമേഷൻ ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്, പ്രൊജക്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലയന്റ് അവരെ എടുക്കുമോ അതോ നിങ്ങളെ എടുക്കുമോ? അപ്പൊ ഉപയോഗിക്കുന്നത് ഒരിക്കലും ബാക്കിയുള്ള ആൾക്കാരെ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് ഫാസ്റ്റർ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൃത്യമായിട്ട് ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇനി എത്ര പേർക്കാണ് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ടൂളുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ആൾക്കാർ മാത്രമേ ഇരിക്കുക, അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി പോകുമോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എക്സ്പെർട്ടൈസിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ അറിയാവുന്ന ആൾക്കാർ റീപ്ലേസ് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വരും. ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ പിള്ളേർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരെല്ലാ ടെക്നോളജി ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോഴും പഴയ ആ ഒരു ഫ്രെയിംവർക്കിലും കാര്യങ്ങളും പോകണമെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഈ കാണിച്ചേക്കുന്ന എല്ലാ ടൂളുകളും ഡിസൈൻ ചെയ്തേക്കണം, ഡെവലപ്പ് ചെയ്തേക്കണം, എന്റെ ബാക്കിന് ചെയ്തേക്കുന്നത് ഞാനാണ്. എന്റെ പേര് ശരവണസ് നായർ എന്നാണ്. ഞാൻ പ്രൊഫഷണലി ഒരു MTech എഞ്ചിനീയർ ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനോ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ളതായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന സാധനം കൂടെ ആഡ് ചെയ്താൽ നല്ലതാണോ, കുറച്ചും കൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് നല്ലതാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ബാക്ക് എൻഡിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആ രീതിയിലേക്കാണ് നമ്മൾ ആദ്യമേ 5 സോഫ്റ്റ്വെയറിൽ നിന്നും 12 ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വീക്കിലിയും നിങ്ങൾക്ക് എന്നോട് ലൈവായിട്ട് സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് പ്രസന്റ് ആയിട്ട് 7 പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് നമ്മുടെ ടൂളുകൾ തരും, റെക്കോർഡർ ക്ലാസ് ഉണ്ടാവും. ആ റെക്കോർഡർ ക്ലാസ് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് പോസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടർ എന്നുള്ള പാക്കേജ് ക്രമീകരിക്കാം. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 ഇയറിലേക്കുള്ള ലൈസൻസും 300 AI ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഫീസോടുകൂടിയ 990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ ഒരു പേഴ്സണലായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ടൂളുകൾ കൂടാതെ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാനും അതിന് മറുപടി നൽകാനും ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും വേണം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരികയും എവിടെയെങ്കിലും വർക്ക് ഫ്ലോയ്ക്കകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാനും അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ തരികയും അതിന്റെ റെക്കോർഡിംഗ് കൂടെ തരുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 9 മണിക്കായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരിക. അത് ലൈവ് ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 1990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാ കോഴ്സുകളും എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഫീസോടുകൂടിയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ജോയിൻ ചെയ്യുന്നവർക്ക് അതിന്റെ 10 ഇരട്ടിയെങ്കിലും അതിന്റെ വാല്യൂ ബേസ് ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹത്തോടുകൂടിയാണ്. നിങ്ങൾക്ക് ടൈം ബേസും വാല്യൂ ബേസും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ ക്രമീകരിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊജക്ട് നിങ്ങൾ കൃത്യമായിട്ട് ഞാനുമായിട്ട് ഗൈഡൻസോടുകൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർക്കുകളും നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ 4 പ്രൊജക്ട് ചെയ്യുന്ന സമയം കൊണ്ട് മിനിമം നിങ്ങൾക്ക് 5 or 6 പ്രൊജക്ട് എങ്കിലും നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ പ്രൊജക്ടിന്റെ റേറ്റ് കൂടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ടൈം കൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, വെറുതെ 2D ഫ്ലോർ പ്ലാൻ കൊടുക്കുന്ന ഒരാളുടെ റേറ്റിൽ നമുക്ക് 2Dയും 3Dയും അതുപോലെയുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നു വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ സമയം കൊണ്ട് വരെ നമുക്ക് ഇത് ലാഭമാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ടും ടൈം ബേസ്ഡ് ആയിട്ടും ഇതിന്റെ പ്രയോജനം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ജനറേഷനിലുള്ള ഒത്തിരി ആൾക്കാർ ഇതേപോലെ ടൂളുകളും കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ ഇപ്പോഴും 2D പ്ലാൻ വെച്ചിട്ട് നമ്മൾ അതിനെയാണ് ക്ലയന്റിനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ നമ്മളെയൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ആൾക്കാർ വേറെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഈ ടൂളുകൾ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള PDF ഫയൽ ഞാൻ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ആ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഓരോ വർക്കിൽ കിട്ടിയേക്കുന്ന ആ ഇൻപുട്ട് കൊടുത്തേക്കണം റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആൾക്കാർ പറഞ്ഞാണ് എനിക്ക് സമയമില്ല, എനിക്കൊരു വീഡിയോ കാണാനുള്ള സമയം പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ പോലും കാണാനുള്ള സമയം പോലും ഇല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം 2 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് സമയമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന അതേ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം നമ്മൾ ഇതേപോലെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിന്റെ 3/1 സമയം കൊണ്ട് നമുക്കത് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് കൃത്യമാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ ഒരു തീരുമാനം നിങ്ങളുടേതാണ്. പഴയ രീതിയിൽ നിങ്ങൾക്ക് തുടരണമെങ്കിൽ തുടരാം. പക്ഷേ മാനുവൽ ആയിട്ടുള്ള പ്രോസസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ്, സെപ്പറേറ്റ് ടൂൾസ്, സെപ്പറേറ്റ് വർക്ക് ഫ്ലോ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഗൈഡൻസോടുകൂടി കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓൾറെഡി 200-ലധികം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുമായിട്ടുള്ള ടൂളും പ്രോസസ്സും ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എല്ലാ ആഴ്ചകളിലും നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് ചേഞ്ചസും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1990 രൂപയുടെ പ്രൊഫഷണൽ പാക്കേജ് നിങ്ങൾ ജോയിൻ ചെയ്യാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾസും കിട്ടും. അതുകൂടാതെ വീക്കിലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനും സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ AI ഉപയോഗിച്ച് കൂടുതൽ നല്ല പ്രൊജക്ട് കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൂടുതൽ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.